കഴിഞ്ഞ ദിവസം ഞാനൊരു കോഴി ഫാമിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് വന്ന കമൻറ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ആ കമൻറ്റുകളൊന്ന് വായിക്കാം. ഇല്ലീഗൽ വീഡിയോ നീ കാശ് കൊടുത്ത് കൈക്കലാക്കിയതാണോ? എന്താ പറയാൻ ഇത്ര മടി? വ്യൂ കിട്ടാൻ എന്തും ചെയ്യും നീയൊക്കെ. അത് പറഞ്ഞാൽ നമ്മളെ കമൻറ്റ് ഒഴിവാക്കും. കമൻറ്റ് റിമൂവ് ആക്കാതെ പറയടോ, നീ എങ്ങനെ കയറി വീഡിയോ എടുക്കാൻ? ഞങ്ങൾ പോയപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഇവൾ എങ്ങനെ കയറിക്കൂടി? കമൻറ്റ് റിമൂവ് ആക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. പക്ക ഉഡായിപ്പ്. നീ എങ്ങനെ ഇതിനുള്ളിൽ കയറി? എങ്ങനെ പെർമിഷൻ കിട്ടി? ഒന്ന് പറയ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. നാളെ തന്നെ അവിടെ പോയി ചോദിക്കണം. ഞങ്ങളും അവിടെ അടുത്ത് തന്നെയാണ്. പറയാൻ എന്താ മടി? ഉഡായിപ്പ്. ഈ കമൻ്റ് ഇട്ട ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, കാള പെട്ടെന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തോടി. അതാണ് ഇവിടെയും സംഭവിച്ചത്. എൻ്റെ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് എനിക്കെതിരെ ഒരുപാട് കമൻറ്റുകൾ ഇടുന്നത് ശരിയല്ല. ഈ ഒരു കമൻറ്റിലൂടെ തന്നെ നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കാവുന്നതാണ്. വ്യൂ കിട്ടാൻ എന്തും ചെയ്യും നീയൊക്കെ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ അങ്ങനെ എന്താണ് കണ്ടത്? ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടൻ്റാണോ ഞാൻ ഇട്ടേക്കുന്നത്? ഈ കമൻ്റ് ഇട്ട വ്യക്തിയെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതും പറഞ്ഞ് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് അന്വേഷിക്കും, കേസ് കൊടുക്കും, പണം കൊടുത്താണോ കയറിയത് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് മാന്യമായ രീതിയിലായിരിക്കണം, എങ്കിലേ അതിന് വിലയുണ്ടാകുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. എല്ലാ കമൻറ്റുകളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കമൻ്റ് ഇട്ട ഉടനെ തന്നെ ഞാൻ റിപ്ലൈ തരണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കാരണം എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാവണമെന്നില്ല. വീട്ടിലെ പണികൾ കൊണ്ടൊക്കെ ബിസി ആയിരിക്കാം. അപ്പം കമൻറ്റ് കാണുന്ന ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് റിപ്ലൈ തരാൻ കഴിയുള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾക്ക് ഞാൻ കഴിയുന്നത്ര എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ആരുടെയും കമൻറ്റ് ഞാനങ്ങനെ ഡിലീറ്റ് ഒന്നും ചെയ്യാറുമില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നെങ്കിൽ അതിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കാണാതിരിക്കാം. നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. കാരണം നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ സമയം എല്ലാം നിങ്ങളുടേതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം. വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതല്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കമൻറ്റുകൾ ഇടുന്ന സമയത്ത് അതിന് എൻ്റെ വീഡിയോ ആയാലും മറ്റുള്ള ആളുകളുടെ വീഡിയോ ആയാലും എപ്പോഴും സൂക്ഷിച്ച് വേണം കമൻറ്റുകൾ നിങ്ങൾ ഇടാൻ. ഒന്നെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം കമൻറ്റ് ഇടാൻ. അല്ലാതെ വീഡിയോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എടുത്തു ചാടി ഇതുപോലെ കമൻറ്റുകൾ ദയവ് ചെയ്തിട്ട് ഇടാതിരിക്കുക. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിവരമാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് 50 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ടാണ് കോഴിക്കോടുള്ള പോൾട്രി ഫാമിലേക്ക് പോയത്. അവിടെ പോയ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ പറഞ്ഞതാണ്, ഇവിടെ കുറച്ച് അലങ്കാര കോഴികളുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തോളൂ എന്ന്. അവരുടെ അനുവാദത്തോടെയാണ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം, കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു കോഴി ഫാം ഉണ്ടെന്ന കാര്യം പോലും ഇപ്പോഴും അറിയില്ല. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വിവരം എത്തിപ്പെടട്ടെ. കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണ് കോഴിയെ വാങ്ങേണ്ടത് എന്നറിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുമാത്രമല്ല, എന്നെപ്പോലെയുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു വരുമാനം, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ഇപ്പം സത്യം പറയാലോ, ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട യാതൊരാവശ്യമില്ലായിരുന്നു. ഞാൻ 7 വർഷത്തിന് മുകളിലായിട്ട് കോഴീനെ വളർത്തുന്ന ആളാണ്. കോഴിയും കോഴിമുട്ടയൊക്കെ വിറ്റിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള വരുമാനം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ഈ ഫാമിൽ പോയിട്ട് കോഴിയെ വാങ്ങിയത് എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ വഴി കാണുന്നില്ലേ? അതായത് എൻ്റെ അടുത്തുനിന്ന് കോഴീനെയും കോഴിമുട്ടയൊക്കെ വാങ്ങുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അവിടെ പോയിട്ട് നേരിട്ട് കോഴിയും
കോഴിയും അതുപോലെ കോഴിമുട്ടയൊക്കെ വാങ്ങാൻ തുടങ്ങിയാൽ എൻ്റെ വരുമാനം അവിടെ നിന്നില്ലേ? പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് കോഴീനെയും കോഴിമുട്ടയൊക്കെ വാങ്ങുമോ? പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം മറച്ചു വെക്കായിരുന്നു. ഈ ഒരു ഫാമിൻ്റെ കാര്യം തന്നെ നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ വിരിയിപ്പിച്ച മക്കളാണെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈസി ആയിട്ട് അത് വിശ്വസിക്കുകയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് ഇൻക്യുബേറ്റർ ഉണ്ട്. ഞാൻ ഇൻക്യുബേറ്ററിൽ കുറച്ച് മുട്ട വെച്ചിട്ട് ഇത് മുട്ട വെച്ച് ഇത് വിരിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തന്നാൽ നിങ്ങളത് വിശ്വസിക്കില്ലേ? പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ എന്നോട് നമ്പറൊക്കെ ചോദിച്ചിട്ട് വിളിച്ച് ബുക്ക് ചെയ്യുകയും അതുപോലെ ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് കോയിനെ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പം ഒരുപാട് സന്തോഷമായി. കോഴികളൊക്കെ വളർത്താൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ? പ്രത്യേകിച്ച് വീട്ടമ്മമാർ. കുറഞ്ഞ വിലയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്ന് നമ്മൾ അന്വേഷിക്കാറില്ലേ? ഇപ്പോൾ പ്രൈവറ്റ് ഫാമുകളൊക്കെ ഒരുപാടുണ്ട്. അവിടെ പോയാൽ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കുമോ? ഇല്ല അല്ലേ? സാധാരണക്കാർക്കൊന്നും അങ്ങനെ ഒരുപാട് പൈസ കൊടുത്തിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ സാധിക്കില്ല. കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനൊരു സ്ഥാപനം ഉള്ളപ്പം അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുത്താൽ ഒരു പക്ഷേ അവർക്കൊരു സഹായമാകും. ഈ ഒരു ഫാമിൽ ഞാൻ ആദ്യമായിട്ടാണ് പോയത്. കോഴിമക്കളെ വാങ്ങുന്ന വീഡിയോ ചെയ്തപ്പം നിങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി എവിടെയാണ് ഈ ഫാം, എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ വീഡിയോ ഉടായിപ്പാണ്, നീ പൈസ കൊടുത്തിട്ടാണ് അവിടെ കയറിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അലങ്കാരക്കോഴികൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കാണിക്കാനുള്ളതാണ്. പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്നത് അതുപോലെ മുട്ട കൈകാര്യം ചെയ്യുന്നത് ഇൻക്യുബേറ്റർ സിസ്റ്റം, വിവിധ ബ്രീഡുകൾ, ഇതെല്ലാം അകത്താണ്. അവിടേക്ക് ആർക്കും പ്രവേശനമല്ല. അതായത് അവിടുത്തെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പോലും ആ ഒരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അവർക്കും പ്രവേശനമില്ല. കോഴികളെ നേരിട്ട് പരിപാലിക്കുന്ന സ്റ്റാഫുകളുണ്ടല്ലോ, അതായത് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുമില്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ കോഴീനെ വാങ്ങാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ കോഴിമക്കളുടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു സമയത്ത് എനിക്കൊരവസരം കിട്ടി, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അത് നിങ്ങളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്തത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾ പറയാം, ഞാൻ അങ്ങനെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടി, അതോ നിങ്ങൾക്കറിയായിരുന്നോ ഇങ്ങനെ ഒരു ഫാം കോഴിക്കോട് ജില്ലയിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയായിരുന്നോ? നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. അതല്ല, ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ, അതോ നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉടായിപ്പായിട്ട് തോന്നുന്നുണ്ടോ? ഞാനിങ്ങനെ കോഴിയുടെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അതായത് വ്യൂ കിട്ടാൻ എന്തും കാണിച്ചു കൂട്ടും എന്നാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ എടുത്ത് നോക്കുക. എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വീഡിയോസാണ് ഇട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എന്ന് യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഒക്കെ തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള മോശപ്പെട്ട വീഡിയോസൊന്നും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല, ഇനി അങ്ങോട്ട് ഇടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ പുള്ളിക്കാരന് കോഴീനെ വീഡിയോ എടുക്കാൻ പോയി ചോദിച്ചു, അവർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ പക്ഷിപ്പനിയുടെ സമയത്തായിരിക്കാം പോയി ചോദിച്ചത്, അല്ലെങ്കിൽ കോഴികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കാം പോയി ചോദിച്ചത്. നമുക്ക് എല്ലാ സമയങ്ങളിലൊന്നും അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും കഴിയില്ല. ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് പക്ഷിപ്പനി പോലെയുള്ള പ്രശ്നങ്ങളുള്ളപ്പം അവിടെ സുരക്ഷ കൂടുതൽ കർശനാക്കും. ആ ഒരു സമയത്ത് ആളുകളെ അവർ അകത്തേക്ക് കടത്തി വിടാറേ ഇല്ല കേട്ടോ. വാഹനങ്ങൾ പോലും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാറില്ല. അത് എല്ലാം അവിടുത്തെ സുരക്ഷയ്ക്കും അതുപോലെ കോഴികളുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവം വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഞാൻ പോയ സമയത്ത് ഓക്കെ ആയിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ അവർ അവിടെ കോഴീനെ കൊടുത്തിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ അവർ ഉള്ളിലേക്ക് വണ്ടികളൊന്നും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോയന്ന് അവർ വാഹനങ്ങളൊക്കെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്. വീട്ടിലെ കാര്യങ്ങളും കോഴിയുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അതിനിടയിൽ കിട്ടുന്ന കുറഞ്ഞ സമയം, ആ ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്താൻ അതിന് പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്.
ചാനലുള്ള ആളുകൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ചാനലില്ലാത്ത ആളുകളോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ചിലർ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാതെ കമൻ്റ് ഇടുന്നത് കാണുമുണ്ടല്ലോ, വിചാരിക്കാറുണ്ട് എന്തോ നാടേ ഇതൊക്കെ, ഒന്ന് നന്നായിക്കൂടെ. നിങ്ങൾ കമൻ്റ് ഇട്ടോ, നിങ്ങളോട് കമൻ്റ് ഇടരുത് എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ആ കമൻ്റൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ആ റിപ്ലൈ തരാനുള്ളൊരു സമയം നിങ്ങൾ താ. ഇപ്പം ഈ പറഞ്ഞൊരു വ്യക്തി കമൻ്റ് ഇട്ടു, പക്ഷേ പുള്ളിക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ കൊടുത്ത റിപ്ലൈക്ക് പോലും പുള്ളി ഒരു മറുപടി തന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടണം, പക്ഷേ എനിക്ക് ഞാൻ കൊടുത്തിട്ട് എന്നാൽ ഓക്കെ ഇങ്ങനെയാണ് അതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കുറ്റം മുഴുവനും ഞങ്ങൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാരി വലിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഇല്ലീഗലായിട്ട് ചെയ്യുന്നു, ഞങ്ങൾ കേസ് കൊടുക്കും. എന്നാൽ താൻ പോയിട്ട് കേസ് കൊടുക്കുക. അല്ലാതപ്പം ഞാൻ എന്ത് പറയാനാണ്? കാരണം നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം എന്നോടല്ല കാണിക്കാറ്. നിങ്ങൾ ആ സ്ഥാപനത്തിൽ പോവുക, അവരോട് വീഡിയോ എടുക്കട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുക. അവർ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ റീസൺ ചോദിക്കണം, എന്താണ് കാരണം. അത് അവരോട് ചോദിച്ചാലല്ലേ അറിയുള്ളൂ. അല്ലാതെ ഞാനൊരു വീഡിയോ എടുത്ത് എങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് എനിക്കെങ്ങനെ പെർമിഷൻ കിട്ടി, അല്ലെങ്കിൽ നീ എങ്ങനെ അതിനുള്ളിൽ കയറിക്കൂടി, ഇത്രയും കമൻറ്റുകൾ ടൈപ്പ് ചെയ്തിട്ട ആ ഒരു സമയം കൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കോഴിക്കോടുള്ള ഗവൺമെൻറ് പോൾട്രി ഫാമിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. പ്രത്യേകിച്ച് കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുക്കിംഗ് നമ്പർ, മറ്റു വിവരങ്ങളെല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ഒരു നല്ല അവസരമാണ് കോഴി വളർത്തൽ. എല്ലാവരും മുന്നോട്ട് വരിക. ഇതാണ് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ. ഇവരെ വാങ്ങാൻ പോയ ദിവസമാണ് ഞാനൊരു വീഡിയോ എടുത്തത്. ആ ഒരു വീഡിയോയിലാണ് ഇങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു പോൾട്രി ഫാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. അതുപോലെ കുഞ്ഞുങ്ങൾ ഏകദേശം 1 വീക്ക് ആവാനായിട്ടുണ്ട്. ഇനി ഇവർക്ക് ലസോട്ടിയും IBD ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ പറയാം കേട്ടോ. ഒരുപാട് ആളുകൾ ബുക്കിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിലും അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബ്രീഡാണ് വേണ്ടത് എന്നുള്ളത് അതുപോലെ എണ്ണവും പറഞ്ഞു കൊടുത്തിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ.